മാധവൻകുട്ടി, മണി എത്രയായി? അരമണിക്കൂർ താമസിച്ചു പോയത്. വേഗം പോയി കുളിച്ചിട്ട് വരൂ. എന്താ കല്യാണം എവിടെ നടക്കാൻ? മാസത്തിലൊരിക്കലാണ് വീട്ടിലേക്ക് വരുന്നത്. അതെങ്കിലും കൃത്യസമയത്തായിക്കൂടെ? ഇയർ എൻഡിങ് ആയതുകൊണ്ട് പാടില്ല. കൃത്യസമയത്ത് വരികയെന്നുള്ളത് ഒരു ചിട്ടയായിരിക്കണം. ജീവിതത്തിൽ ഇനിയും നിനക്ക് ചിട്ടകൾ ഉണ്ടായിട്ടില്ല. അമ്മ പറയുന്നത് ഞാൻ ഏതെങ്കിലും അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? ശരി, വേഗം കഴിച്ചിട്ട് റൂമിലേക്ക് വരൂ. അമ്മയ്ക്ക് പട്ടാളത്തിൽ ചേരായിരുന്നത് പാകിസ്ഥാൻകാരുടെ ഭാഗ്യം. എന്താ ആശാൻ അമ്മയ്ക്ക് ഇന്ന് ഇത്ര ഗൗരവം? കാണാൻ പോണ പൂരം പറഞ്ഞു കേൾപ്പിക്കണോ? എവിടെ നടന്നാ പറയാൻ നടന്നത്. ഇതിലാരെ ഇഷ്ടപ്പെട്ടു നോക്കണം. എന്താ? എനിക്കൊരു മരുമകളെ ആവശ്യമുണ്ടെന്ന് ഞാൻ പത്രത്തിൽ പരസ്യം കൊടുത്തിരുന്നു. ഇതെല്ലാം നോക്കിയിട്ട് ഇതിലാരെ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ രാവിലെ എന്റെ കയ്യിൽ തരണം. ഓരോന്നൊന്നിനൊന്ന് മെച്ചമാണല്ലോ ആശാനെ. ഏതാ മെച്ചമാണ് തോന്നാത്തത്?
അച്ഛന്റെ മോനല്ലേ? ഇത് ഏതാണ്ട് ഭൂമി കുലുക്കുന്ന സൈസാ. കുലുക്കും കുലുക്കും. ഇതിനൊക്കെ വീട്ടിൽ കയറ്റിയാലേ പട്ടാളത്തെ കാവൽ വെച്ചേണ്ടി വരും. ഇല്ലെങ്കിൽ നാട്ടിലുള്ള ജനങ്ങൾ മുഴുവൻ ഓടിപ്പിറ്റിക്കണം. ഒരിക്കലേ ജന്മം പാഴായി പോവും. പൂക്കും ഓ തൊട്ടാൽ മേനി പൂക്കും വർണ്ണത്തൂവൽ പീലി നൽകൂ നിന്റെ പാട്ടിൽ രാഗം നൽകൂ സ്വർണ്ണപ്പൂ ചൂടി വരുന്നീ മലർവാടിയിൽ സ്വപ്നം രതി നൃത്തമാടുന്ന മണിമേടയിൽ മോഹം മോഹത്തിൽ കടൽ തേടും കുളിർയാമത്തിൽ ദാഹം ദാഹത്തിൽ ചുഴി തേടും മതയാമത്തിൽ നിന്റെ പാട്ടിൻ രാഗം നൽകൂ ഓ തൊട്ടാൽ മേനി പൂക്കും ഓ തൊട്ടാൽ മേനി പൂക്കും
ഇന്നലെ തന്നെ ഫോട്ടോകളൊക്കെ നോക്കിയല്ലോ. അതിലാരെ ഇഷ്ടപ്പെട്ടു? കൊള്ളാവുന്ന ഒരെണ്ണം പോലും ഇല്ലമ്മേ. നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. സത്യമായിട്ടും ഇല്ലമ്മേ. അമ്മയുടെ മരുമകളാന്ന് പറയാൻ കൊള്ളാവുന്ന നല്ലൊരു മുഖം അതിലാർക്കെങ്കിലും ഉണ്ടോ? നീ അങ്ങനെ ഇട്ടെറിഞ്ഞു പോകാൻ നോക്കണ്ട. എനിക്ക് ഇപ്പോഴൊന്നും കല്യാണം വേണ്ട. നീ വേറെ ആരെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഞാനോ? മക്കളെ, അമ്മയ്ക്ക് വയസ്സായി. ഈ വീട്ടിൽ ഒരു കൊച്ചു കുഞ്ഞ് ഓടി നടന്ന് കളിക്കുന്നത് കാണാനുള്ള കൊതി അമ്മ മക്കളോടല്ലാതെ വേറെ ആരോട് പറയും? അതിലാരെ എനിക്ക് ഇഷ്ടമായില്ലമ്മേ. നിനക്കിഷ്ടമാകണമെങ്കിൽ നിനക്കെന്നും പറഞ്ഞ് ഒന്നിനെ ദൈവം സൃഷ്ടിച്ച് മുൻപിൽ കൊണ്ടുവന്ന് നിർത്തണം, അല്ലേ? എന്ന് ഞാൻ പറഞ്ഞു. എങ്കിൽ ഞാൻ എന്റെ പെണ്ണിനെ പോയി കാണും. നീ അവളെ കല്യാണം കഴിക്കും. എന്റെ എല്ലാ സ്വാതന്ത്ര്യവും നശിക്കും. ഒറ്റയാനായി കുറെ നടന്നില്ലേ? ഇനി ഒരു കുടുംബമൊക്കെ ജീവിക്കാൻ നോക്ക്. എനിക്കും കുറെയൊക്കെ സ്വസ്ഥത വേണം. എവിടെ നടന്നാ പറയാം. വേണ്ട, വാ തുറക്കണ്ട. അല്ല തുറക്കണ്ട. അയ്യോ, ആരോ വന്നിരിക്കുന്നു. ബെല്ലടിക്കുന്നെന്ന്. ഒന്ന് എഴുന്നേക്കാൻ, എഴുന്നേക്കാൻ. വല്ല പട്ടാളവും പോലീസും ആയിരിക്കുമോ? ഹോസ്റ്റലിൽ നിന്ന് ആരെങ്കിലും ആണ്. ആ, എവിടെ നിന്നായാലും കാര്യം അപകടമാണെന്നാ തോന്നുന്നത്. പുറത്തേക്കെങ്ങും നമുക്ക് പോകണ്ട. പിന്നെ അവര് കഥ ചോട്ടി പൊളിക്കാനോ? ഇത് വല്ലവന്റെയും വീടാ. എനിക്ക് പേടിയാവുന്നു. എന്റെ അച്ഛനാണെങ്കിൽ കൂടെ റൗഡികൾ ഉണ്ടാവും. എന്റെ അപ്പച്ചനാണെങ്കിൽ കൈ തോക്കുമുണ്ടാകും. ആ, വരുന്നത് വരട്ടെ, നമുക്ക് നേരിടാം. ചേടാ മഹാഭാവി, നീ ആളെ പേടിപ്പിച്ചല്ലോ. ഒന്ന് നിൽക്കടാ ബ്രഹ്മചാരി, നിന്നേക്കാൾ നാണക്കാരനാണ് ഇവൻ. ഇരിക്കടാ. ആരാത്? മനസ്സിലായില്ലേ? ഒരു പെണ്ണ്. നിന്റെ ആരാന്ന് ചോദിച്ചത്? നല്ല ചോദ്യം. എടാ, ആണുങ്ങളായാൽ ഇങ്ങനെ പല അഡ്വഞ്ചറും നടത്തും. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതല്ലേ ഇങ്ങനെ വല്ല പെണ്ണുങ്ങളെ കൊണ്ടുവരുന്നത്? വല്ല പെണ്ണുങ്ങളെയും കൊണ്ടുവരുന്ന പതിവ് നിർത്തി. പിന്നെ ഇതോ? നല്ല പെങ്കൊച്ചായതിനാൽ ഒന്ന് വളയ്ക്കാൻ ശ്രമിച്ചു നോക്കി. ഊരിപ്പോരാൻ പഠിച്ച പണി 18 നോക്കി. കാര്യം പറഞ്ഞ് നമ്മൾ വീടുന്നില്ല. സത്യം. പക്ഷേ ഇടയിലൊരു അഡ്വഞ്ചർ ഉണ്ട്. ഹോസ്റ്റലിൽ നിന്ന് ഒളിച്ചോടി പോകുന്നതാണ്. പിന്നെ പോലീസും പട്ടാളവും വരാം. ആ താക്കോൽ നിന്നെ തന്നെ ഇരിക്കട്ടെ. പോകാൻ വരട്ടെ. ഇവരുടെ വീട്ടുകാരും പോലീസ് മാത്രമാണെങ്കിൽ ഞാൻ അരക്കായി നോക്കിയേനെ. പക്ഷെ എന്റെ അപ്പച്ചനും അമ്മച്ചും ഏത് നിമിഷവും കൂടി കയറി വരാം. അതിനു മുമ്പ് രജിസ്റ്റർ ഓഫീസിൽ എത്തണം. നീയാണ് ഒന്നാം സാക്ഷി. ആ, ഒടുവിൽ നിന്നെ പിടിച്ചു കെട്ടാൻ ഒരുത്തി ഉണ്ടായല്ലോ. ശരി, പോവാം. ഒന്ന് കുളിക്കാതെയോ? നല്ലൊരു കാര്യത്തിന് പോകുമ്പോ ശുദ്ധമായിരിക്കണ്ടേ? കുറെ കഴിയുമ്പോൾ കല്യാണക്കാരും മറന്നു പോരുത്. ഇത് പെണ്ണ് വേറെ. ആ, എല്ലാവരെയും പോലെയാണെന്ന് വിചാരിച്ചു. ഇപ്പം കുടുങ്ങി. ഞാനും കുടുങ്ങിയടാ. നീയോ? ഏത് പെണ്ണ്? അമ്മ വിവാഹം നടത്തിയേ അടങ്ങൂ. കൈ കൊടളിയാ. പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ താമരമൊട്ടായിരുന്നു. പാവാടപ്രായം വന്നിരിക്കുന്നു. നടന്നാൽ ഭൂമി തരിക്കും, ആ തരിപ്പിൽ പൂക്കൾ വിടരും. ഇതെന്തൊരു പൂത്താ? ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ലേ? ഉണ്ട്, ഈ ഞാൻ. അത് പറഞ്ഞാ കൊച്ചിന് മനസ്സിലാവത്തില്ല. ഞാനെന്താ കൈക്കുഞ്ഞു? അയ്യോ, ഈ ലവ് ലവ് എന്ന് പറഞ്ഞാ എന്താണെന്ന് അറിയോ? ആ, എനിക്കറിഞ്ഞൂടാ. ഈ ആണും പെണ്ണും കൂടി ചില കുശുകുശിക്കലും കൊടുക്കലും വാങ്ങലും ഒക്കെ. ദേ, എന്റെ അമ്മ എന്നെ അടപ്പോതുക്കത്തോടുകൂടിയാ വളർത്തിയത്. ഓ, നിന്നെ ഏത് തള്ളയാടി പറ്റത്? ജമ്മം പാഴായല്ലോ. അതിനെനിക്ക് എന്ത് പറ്റിയെന്നാ പറയുന്നേ? നീ സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. നീ ഇതുവരെ സിനിമ കണ്ടിട്ടേ ഇല്ല? ഉണ്ട്, പണ്ടൊരിക്കൽ. ആ, നല്ല രംഗാൾ ചരിത്രം. നല്ല രംഗാൾ ചരിത്രം. സാക്ഷാ പട്ടിക്കാട് തന്നെ. ഇതുപോലെ വലിയ വലിയ വീട്ടിലുള്ള ജോലിക്കാരികൾ ഇക്കാര്യത്തിൽ MA-യും B.Ed-ഉം ഡിഗ്രി എടുത്തവരാ. ആട്ടെ, നീ ഇവിടുത്തെ ജോലിക്കാരിയോ സെർവന്റോ ആയോ? ജോലിക്കാരി. ഏമാനാളെങ്ങനാ? ദേ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പാവം, പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കത്തില്ല. സത്യം പറ, നീ പറഞ്ഞ നേരാണോ? ഈ ശരീരം നീ പാഴാക്കി കളഞ്ഞല്ലോടി. നിന്റെ കാര്യം ആലോചിക്കുമ്പോ എന്റെ നെഞ്ച് തകരുക. എന്തിന്? അല്ല, ഇപ്പൊ നിന്ന നിപ്പിൽ നീ സൈക്കിൾ ഇടിച്ച് ചത്തെന്ന് വെച്ചോ.
അങ്ങ് മേലോട്ട് ചെന്നാ ദൈവം ചോദിക്കുമ്പോ എന്തോ പറയും? എന്തോ ചോദിക്കും? നീ നിന്റെ ദേഹം ഏതെങ്കിലും ആണിനെ കൊണ്ട് തൊടുവിച്ചിട്ടുണ്ടോ കല്യാണി എന്ന് ദൈവം ചോദിക്കും. ഇല്ല എന്ന് നീ മറുപടി പറയും. ഓ നരകത്തിൽ ഒരൊറ്റ ആട്ടാണ്. ഇല്ല, നിനക്ക് നരകം തന്നെ. അതുകൊണ്ട് കല്യാണി, നീ ഏതെങ്കിലും എംബോക്കി അങ്ങ് സ്നേഹിച്ചോ, അല്ലെങ്കിൽ ദൈവകോപം ഉണ്ടാവും. അയ്യോ, എനിക്ക് സ്നേഹിക്കാൻ അറിഞ്ഞുകൂടാ. ഞാൻ പഠിപ്പിച്ചു തരാം. ഡെയിലി അരമണിക്കൂർ ട്യൂഷൻ. പക്ഷെ രാത്രിയിലേ പഠിപ്പിക്കാൻ പറ്റൂ. എന്താ ഫീസ്? ഫീസ് കല്യാണിക്ക് ഫ്രീ. എനിക്ക് ഞാൻ കൊച്ചമ്മോട് കൊച്ചമ്മയെ പഠിപ്പിക്കണമെങ്കിൽ കൊച്ചമ്മ എനിക്ക് ഇങ്ങോട്ട് കാശ് തരണം. പിന്നൊരു കാര്യം, പഠിക്കുമ്പോ ചിരിക്കരുത്. നല്ല മനക്കെട്ടി വേണം. എന്നാ നമുക്ക് ഇന്ന് തന്നെ പഠിച്ചു. ഒരു മാസം നീ പഠിച്ചു കഴിഞ്ഞാ നീ ആളങ്ങ് മാറും. അപ്പൊ പിന്നെ എനിക്ക് നരകത്തിൽ പോകണ്ട. പിന്നൊരു കാര്യം, രാത്രി ഞാൻ അങ്ങോട്ട് വരും. അടുക്കള വാതിൽ തുറന്നിടാൻ മറക്കരുത്. ഇവിടെ വെച്ചൊരു അഭിപ്രായം പറയണ്ട. എനിക്ക് ആ പെങ്കൊച്ചിനെ ഇഷ്ടപ്പെട്ടു, നിനക്കും ഇഷ്ടപ്പെടും. വാ മോളെ. അയാളെങ്ങനെയാ? തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ഇവൾ തന്നെ നിന്റെ ഓഫീസിലെ മിടുമിടുക്കി. സൗദാമിനി ഇവിടെ? ഞങ്ങൾ അവിടെ വാടകയ്ക്ക് താമസിക്കുന്നു. അമ്മേ, ചേട്ടൻ എന്നെ കണ്ടിട്ട് അതിശയിച്ചു പോയി. വീട്ടിലിരുന്ന് ബോറടിക്കണമെന്നും പറഞ്ഞാ ഇവള് ജോലിക്ക് ഇറങ്ങിയത്. അതേതായാലും നന്നായി പത്മാവതി. ഇവിടെ നോക്കാൻ ആരുമില്ല. എനിക്കൊരാങ്ങളയുടെ മോനുണ്ടായിരുന്നു. അവൻ പുറപ്പെട്ടു പോയിട്ട് യാതൊരു വിവരവും ഇല്ല. ഇവൻ ഒരു പെണ്ണിനെ ഇഷ്ടമല്ല. ഞാൻ എപ്പോ പറഞ്ഞാലും എന്തെങ്കിലും ഒഴിവൊഴിവ് പറഞ്ഞൊഴി. ഈ പ്രാവശ്യം നടപ്പില്ല കേട്ടോ. നിങ്ങൾ പരിചയക്കാരല്ലേ? വല്ലതുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വാ പത്മാവതി. എന്നെയാണ് കാണാൻ വരുന്നതെന്ന് ചേട്ടൻ അറിഞ്ഞുകൂടായിരുന്നോ? നിനക്കെന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞുകൂടെ? എന്തിന്? എനിക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി വിവാഹം. ഇതമ്മ പറഞ്ഞതുപോലെ തന്നെ. പെണ്ണുങ്ങളാണ് ഇങ്ങനെ പറയാറുള്ളത്. എനിക്കെന്തോ ഒരു പേടി പോലെ. എല്ലാ സ്വാതന്ത്ര്യവും ഇല്ലാതാണ്. ചേട്ടന്റെ അമ്മ ഈ വിവാഹം നടത്തിയേ അടങ്ങിയിരിക്കൂ. മിനിക്ക് എന്നും എന്നെ ഒരുപോലെ സ്നേഹിക്കാൻ സാധിക്കുമോ? കണ്ട അന്നു മുതൽ സ്നേഹിക്കുന്നു. എന്റെ കണ്ണടയും വരെ ഈ സ്നേഹമുണ്ടാവും. എന്നെ കൊണ്ട് എന്ത് വിഷമുണ്ടായാലും. ഒരാളെ ഞാൻ ആദ്യമായി ഇഷ്ടപ്പെട്ടതാണ്. ഇതാദ്യത്തേതും അവസാനത്തേതുമായിരിക്കും. സത്യം? സത്യം.
ഉറങ്ങിയില്ലേ? ഞാനെന്നും രാത്രി 10 മണിക്ക് തന്നെ ഉറങ്ങും. ഇനി പതിവുകൾ തെറ്റും. ഞാൻ മുഴുവൻ കുടിച്ചു. സാരമില്ല. ഞാൻ ആശിച്ചു, എനിക്ക് കിട്ടി. എത്ര ഭാഗ്യവതിയാണ് ഞാൻ. നമുക്ക് കിടക്കാം. വിളക്കണിക്കട്ടെ? വല്ലാത്ത ഉഷ്ണം. ഫാന്റെ സ്പീഡ് കൂട്ടട്ടെ? ഞാൻ ജോലി രാജിവെക്കണമെന്നാണോ? നമുക്ക് എവിടെ പോണം? എന്താ ചേട്ടൻ വേർക്കുന്നത്? ടെമ്പറേച്ചർ ഉണ്ടല്ലോ. സാരമില്ല. ഡോക്ടറെ വിളിക്കണോ? വേണ്ട. ഇങ്ങനെ വരാറുണ്ടോ? വെയിൽ കൊണ്ടിട്ടായിരിക്കും. സാരമില്ല, മിനി കിടന്നോളൂ. കല്യാണി, കല്യാണി, വാതില് തുറക്ക. കല്യാണി, വാതില് തുറക്ക. ഇവിടെ ഒരു ഉറക്കം. ചേട്ടാ, ചേട്ടാ, എന്താ പറഞ്ഞത്? ഞാൻ ഒച്ച കേട്ട് പേടിച്ചുപോയി. സ്വപ്നം കണ്ട് പേടിച്ചതായിരിക്കും. എന്താ മോളെ? ചേട്ടൻ സ്വപ്നം കണ്ട് കരഞ്ഞതാണ്. അതവന് പണ്ടേ ഉള്ളതാ. സാരമില്ല, മോള് പോയി കിടന്നുറങ്ങിക്കൂ. ചേട്ടാ, ചേട്ടാ, എഴുന്നേൽക്കൂ. ചായ കുടിക്കണ്ടേ? പിന്നെ എന്നും 6 മണിക്ക് എഴുന്നേൽക്കുന്ന ആളിന് ഇന്നെന്ത് പറ്റി? ഇന്നലെ രാത്രിയിൽ എന്തായിരുന്നു? മിനി ചായ കുടിച്ചോ? അമ്മ ഒരു ഓടി വന്നു. മോനെ പുതിയ പെണ്ണ് ഉപദ്രവിച്ചെന്ന് വിചാരിച്ചു കാണും. സോറി, ഇന്നലെ ആ പാല് മുഴുവൻ ഞാൻ കുടിച്ചു. മുമ്പ് ഒറ്റയ്ക്കായിരുന്നല്ലോ, ആ ഓർമ്മയായിരിക്കും. ഒരാൾക്ക് കൂടി തരണം. മിനി ഇന്നലെ എന്തൊക്കെയോ ചോദിച്ചു. ആ വലിയായിരുന്നു. പെണ്ണുങ്ങൾക്കാണ് ഇങ്ങനെ വരാറുള്ളത്. രാജിക്കത്ത് ഇന്ന് തന്നെ എഴുതി തന്നേക്ക്. ഓഫീസിൽ പോകുന്നുണ്ടോ?
പോകാതെ? വേണ്ട വേണ്ട, 2 ആഴ്ചത്തെ ലീവ് എടുക്കും. 2 ആഴ്ചയോ? എന്നിട്ട് എന്ത് ചെയ്യാൻ? നമുക്ക് പല സ്ഥലത്തും പോകാനുണ്ട്. മധുവിധുവിനോ? അതൊക്കെ ഇപ്പോഴല്ലേ വേണ്ടത്. ശരിയാണ്. ഇവിടെയാണെങ്കിൽ അമ്മയുള്ളത് കൊണ്ട് എനിക്കെന്തോ ഒരു എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാകും. സമയമായി, ഞാൻ ഇറങ്ങട്ടെ. കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ് നടന്നവനാ. കണ്ടില്ലേ ഒരു പെണ്ണിനെ കെട്ടിയപ്പോഴുള്ള ധൃതി. അതാണ് പെണ്ണുങ്ങളുടെ മിടുക്ക്. അപ്പോ ഒരു കപ്പ് കാപ്പി പോലും വേണ്ട? കഴിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. എടാ പഹയ, നീ ഓടിപ്പാഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത്. ഒരു വീട് കിട്ടുന്നവരെ ഞങ്ങൾ ഇവിടെ താമസിച്ചോട്ടെ. ഇല്ലെങ്കിൽ ഇവളുടെ മധുവിധു ഹോട്ടൽ മുറിയിലായിരിക്കും, പോലീസ് കാവലോടെ. വന്നാലും 3-4 പേർക്ക് താമസിക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ടല്ലോ. കാണാം. പറഞ്ഞെത്താനുള്ള ധൃതി. ഇനി കാറ് പോരാ, വിമാനം തന്നെ വേണം. അമ്മാവൻ സംസാരം നിർത്തണ്ടേ? അമ്മാവൻ അസുഖമായതുകൊണ്ട് വിവാഹത്തിനെത്താൻ സാധിച്ചില്ല. എന്നിട്ട് പോയോ? രാവിലെ പോയാൽ മതിയെന്ന് അമ്മ പറഞ്ഞു. സുഖമില്ലാത്ത ആളല്ലേ. കിടക്കാനായോ? മിനിക്കോ? അമ്മാവൻ എന്തൊക്കെ കൊണ്ടുവന്ന് കാണണ്ടേ? അതൊക്കെ രാവിലെ നോക്കാം. ഉറങ്ങാൻ ഇത്ര ധൃതിയോ? ഉറങ്ങാനല്ല, ഉറങ്ങാതെ കിടന്ന് ഒത്തിരി കാര്യങ്ങൾ പറയാൻ. മധു, 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 എന്താ അമ്മേ? ഒന്ന് ഓടിവാ മോനെ. അമ്മാവനൊരു ശ്വാസം മുട്ടല് പോലെ. ചേട്ടാ, ചേട്ടാ, ഡോക്ടറെ വിളിക്കട്ടെ അമ്മാവ? വേണ്ട. ഗുളികയുണ്ട്. ഇതാണോ നോക്കിയ മോനെ? ഇതാണോ അമ്മാവ? 2 എണ്ണം. ഞാൻ പോയി ഡോക്ടറെ കൊണ്ടുവരാം. വേണ്ട. മോള് പോയി കിടന്നുറങ്ങിക്കൂ. എങ്ങനെയുണ്ട് ചേട്ടാ?
മധു, മോൻ പോയി കിടന്നുറങ്ങിക്കൂ. എന്തിനാ എങ്ങനെ ഇരുന്നുറങ്ങുന്നത്? അമ്മ നോക്കിക്കോളാം. അമ്മാവിന് ഭേദമുണ്ടോ? സാരമില്ല. സുഖക്കേട് വരാൻ കണ്ട ഒരു സമയം അല്ലേ? ഉറക്കം വരുന്നില്ലേ? ഇല്ല, ചേട്ടൻ വരാൻ കാത്തുകിടക്കുകയായിരുന്നു. ദൈവമേ, കല്യാണി കല്യാണി ഓടിയോന്താ വീണു. കല്യാണി കല്യാണി ഇനി വാ, വാ കല്യാണി, കല്യാണി ഇനി വാ. ഓടി ഓടി വിടുന്നു, ഓടി വിടുന്നു. പേയുള്ളതാണോ എന്താ? എനിക്ക് സമ്മതിക്കില്ല. നാശം. അയ്യോ, അതാ അവൻ തന്നെ. നന്നായിട്ട് ചതയ്ക്കണം, എന്നിട്ട് പെണ്ണിനെ പിടിച്ച് വീട്ടിലെത്തിച്ചേരാം. ഏറ്റു. ഇനി നമുക്കൊരു സിനിമയ്ക്ക് പോകാം. ശരി. ഗ്രാൻഡ് നല്ലൊരു ഇംഗ്ലീഷ് പടം ഓടുന്നുണ്ട്, നല്ല റൊമാൻസ് ഉണ്ട്. രണ്ടു ദിവസമെങ്കിലും ഇവിടെ സ്വസ്ഥമായിട്ട് കഴിയണം. 2 ദിവസത്തിന് നാളെ പോയിക്കൂടെ? ഇവിടെ 2 ദിവസം, പിന്നെ കോവളം, കന്യാകുമാരി. ചേട്ടൻ എന്താ ഇങ്ങനെ? മധുവിന്റെ ജീവിതത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ. ആ, ഞാൻ ആദ്യം കുളിച്ചിട്ട് വരാം, പിന്നെ ചേട്ടൻ. ഇപ്പൊ എന്നെ നോക്കിയാ മതി. ചേട്ടൻ എന്താ ഇത്ര നാണം?
അമ്മ ഒരു കാര്യം പറഞ്ഞു. ഏതമ്മ? ചേട്ടന്റെ. എന്തു പറഞ്ഞു? പറയാം, ഇപ്പോഴല്ല, എങ്കിലും ധൃതിയോ. രണ്ടമ്മമാർക്കും ചേട്ടന്റെ കുഞ്ഞിനെ കാണാൻ ധൃതിയായി. നീ പോയി കുളിച്ചിട്ട് വരൂ. Yes, coming. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ബെല്ലടിച്ചാൽ മതി. ശരി. ആരാ ചേട്ടാ? ആഹാരം കൊണ്ടുവന്നതാ. ആ, ബ്രെഡ് റോസ്റ്റും കട്ട്ലറ്റും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വല്ലതും വേണോ? അതൊന്നും പോരാ. പറയൂ, ബെല്ലടിക്കാം. ഈ ചേട്ടൻ എനിക്ക് എന്താ വേണ്ടെന്നറിയില്ലേ? ആപ്പിൾ ജ്യൂസോ? എന്തെങ്കിലും ആകട്ടെ. ആ, വരട്ടെ, പിന്നെ മതി. ഇപ്പോഴേ കഴിക്കണോ? ആ ജോലി തീരുമല്ലോ. ഇപ്പൊ വേണ്ട, കുറെ നടന്നതല്ലേ, നമുക്കൊന്ന് കിടക്കാം. ഇവിടെ ആരും വരില്ല. നമുക്ക് ഈ രാത്രി മുഴുവൻ നമുക്കുറങ്ങണ്ട. എന്നെ ആദ്യം കണ്ടപ്പോൾ ഇഷ്ടമായോ? കല്യാണം കഴിക്കാൻ എന്തായിരുന്നു മടി? ചേട്ടന്റെ വീട്ടിൽ കൂട്ടുകാരൻ ഇപ്പോൾ പൊടി പൊടിക്കായിരിക്കും. വളയൽ അവളയൽ അവളയൽ വളയൽ വളയൽ ആളിവളയൽ ആളിവളയൽ. ആളകത്തുണ്ടോ? ആ, ഇതെന്ന് തുടങ്ങി? ഇന്ന് തുടങ്ങി. ഇതല്ലാതെ നിന്നെ കാണാൻ വേറെ ഒരു മാർഗവും ഇല്ല കല്യാണി. ഇതൊക്കെ നിന്നെ കാണാൻ കിട്ടിയ വേഷമില്ല. ഇന്നലെ വെളുപ്പൻ രാവിലെ വരെ നിന്റെ അടുക്കളവാതലിൽ ഞാൻ കാത്തുനിന്നു. ഇവിടെ ഒരു ചെറുത്താ ഉണ്ടല്ലോ, ചങ്കുവാശൻ. അയാളുണ്ടോ ഇവിടെ? നാശം, പുറത്തെവിടെ പോയിരിക്കുക. ഓ, ആശ്വാസം. ആ, ഇവിടുത്തെ കൊച്ചമ്മ അമ്പലത്തിൽ കണ്ട ഉടനെ ഞാൻ സൈക്കിൾ എടുത്തോണ്ടെങ്കിൽ പോന്നു. ഇനിങ്ങനെ എന്നാ മതിയാ? ഞാൻ അകത്തോട്ട് വരട്ടാ? അയ്യോ, ഒന്നും വേണ്ട. ആ, പേടിക്കണമെന്നേ, അതിനൊക്കെ മാർഗമുണ്ട്. നീ കഴിഞ്ഞോട്ട് നീട്ട്, നമുക്ക് വള ഇട്ടോണ്ടിരിക്കാം. വല്ലവരും കണ്ട സിമ്പിൾ വളക്കച്ചവടം. കല്യാണി, എത്ര നാളായി ഞാൻ നിന്റെ പുറകെ നടക്കും. നിനക്കെന്നെ വിശ്വാസമില്ലേ? കല്യാണി, കല്ലിലിട്ട് അടിച്ചാൽ പോലും പൊട്ടാത്ത വള. 1 വർഷം ഗ്യാരണ്ടി, 2 വർഷം ഗ്യാരണ്ടി ഇല്ല. വള വള വളേ.
വേദനിക്കുന്നോ? 3 മതി. സാരമില്ല, അത് ആദ്യമായതുകൊണ്ടാണ്. നിനക്കിതുവരെ ആരും വളയിട്ടിട്ടില്ലല്ലോ. കണ്ടാൽ അറിയാം. അയ്യോ, ചങ്കോശം വരുമെന്ന്. അയ്യോ, എന്നാ ഞാൻ പോവാ. രാത്രി അടുക്കള വാതിൽ തുറന്നിടണേ. അടുക്കള വാതിലിൽ ഞാൻ കാത്തു നിൽക്കും. ഇന്ന് ഞാൻ വാതിൽ തുറക്കും. അല്ലേ, 2 ആഴ്ച കറങ്ങാൻ പോകുന്നത് നേരത്തെ ഇങ്ങ് പോന്നു. എന്ത് പറ്റി? ആ ബാഗ് എടുത്ത് അകത്ത് വെക്കും. എവിടെ? മധു, നിങ്ങൾ ദൂരെ എവിടെ പോകുന്നെന്ന് പറഞ്ഞിട്ട് പോയില്ലേ? പോയിട്ട് തിരിച്ചു പോന്നു. എന്താ മോളെ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? എന്ത് പറ്റി? ഒന്നുമില്ലല്ലോ. ഈശ്വര, ഈ പിള്ളേർക്ക് എന്ത് പറ്റി? എന്താ ഇത്? ഞാൻ എന്റെ വീട്ടിൽ പോകുന്നു. ഞാൻ വീട്ടിൽ പോകുന്നെന്ന് പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ എന്തിനിങ്ങനെ ഇവിടെ കഴിയണം? കാര്യം എന്താന്ന് പറയും. എന്റെ ദേഹത്തിന് എന്താണ് കുറവ്? ഒരു പുരുഷൻ ഇഷ്ടപ്പെടുന്നതൊന്നും എനിക്കില്ലേ? ഇല്ലെന്ന് ആര് പറഞ്ഞു? പറഞ്ഞാൽ പോരാ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഞാനും ഒരു സ്ത്രീയല്ലേ, എനിക്കും ആശകളില്ലേ? അത് സാധിക്കാനാണ് നീ വീട്ടിൽ പോകുന്നതെങ്കിൽ പൊയ്ക്കോ. എന്നിട്ട് വേണോ ആ സ്ത്രീയോട് ജീവിക്കാൻ? ഏത് സ്ത്രീ? സ്നേഹിക്കുന്ന സ്ത്രീ. ഞാൻ അറിയാതെ എനിക്ക് മുമ്പ് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരുത്തി. അമ്മ നിർബന്ധിച്ചപ്പോൾ എന്നെ കല്യാണം കഴിച്ചു. നീ സംസാരിക്കുന്നു. സംസാരിക്കും. എന്നെ കല്യാണം കഴിച്ച ആളിനോട് എനിക്ക് സംസാരിക്കണം. ഞാനൊരു വീട്ടുപൂർണ്ണമാണോ? അടിക്ക്, എന്നെ അടിച്ചുകൊണ്ട്. മധു, എന്താടാ ഇവിടെ? എടാ, എന്താണെന്ന്? എന്തുണ്ടായി മോളെ? ഒന്നുമില്ലമ്പേ. പിന്നെ ഇപ്പഴേ വഴക്കിട്ട് പിരിയാൻ ഇവിടെ എന്തുണ്ടായി? അച്ഛന്റെ സ്വഭാവം എടുക്കരുത്, പറഞ്ഞേക്കാം. കല്യാണം കഴിഞ്ഞിട്ട് 10 ദിവസമായിട്ടില്ല. അതിനു മുൻപേ നാണമില്ലേടാ നിനക്ക്? പറഞ്ഞില്ലെന്ന് വേണ്ട, ഇത് അന്തസ്സുള്ള ഒരു തറവാടാണ്. അതനുസരിച്ച് ജീവിക്കാൻ നീ മറക്കരുത്. ഇവിടെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ അവൾ ഇവിടുത്തെ ആയിരിക്കണം, മരിക്കുന്നത് വരെ. മോളെ, കിടക്കവും പിണക്കവും ഒക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും. നോക്കൂ, എന്റെ മുഖത്തേക്ക് നോക്കൂ. എന്നെ പോലെ വേദന അനുഭവിച്ചിട്ടുള്ള മറ്റൊരു സ്ത്രീ ഈ ലോകത്തുണ്ടാവില്ല മോളെ. പെണ്ണുങ്ങൾ പലതും സഹിക്കണം. കുടുംബജീവിതത്തിന് വേണ്ടി നമ്മളാണ് പലതും മറക്കേണ്ടത്. എല്ലാം ശരിയാകും. മധു, നീ ലീവ് എടുക്കണ്ട. നിങ്ങൾ രണ്ടുപേരും കൂടി അവിടെ പോയി താമസിക്കും. കുറച്ചുനാൾ ഉത്തരവാദിത്വത്തോടു കൂടി ജീവിച്ചാൽ എല്ലാം മാറും. മോനെ, എന്നെ സമാധാനിപ്പിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. നിനക്ക് ഞാനുണ്ട് മോനെ, ഞാനുണ്ട്. ഇന്നാളത്തെ പോലെ ആരെങ്കിലും വഴക്കുണ്ടാക്കാൻ വരുമോ? എന്റെ കൂടെ ഇത്ര നാളും കഴിഞ്ഞതിന് ശേഷം നിന്നെ പിടിച്ചു കൊണ്ടുപോയിട്ട് എന്തു ചെയ്യാനാ? അച്ഛന്റെ വാശി അത്ര വലിയ. വീട്ടിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കുമോ? അപ്പച്ചൻ ഒരുപക്ഷെ ഇവിടെ മാത്രഞ്ഞു കാണും. എങ്കിൽ കാര്യം കുഴപ്പമാണ്. സുരേഷ് ഇവിടെ ഇരിക്കും. വേണ്ട, ഞാനും വരും. നീയാണോ? ചതിച്ചല്ലോ പായ. നിന്നെ പോലെ 2 മാസമെങ്കിലും മധു ആഘോഷിക്കേണ്ടതാണ്. അതെ, നിന്റെ എത്രത്തോളമായി? ഉഗ്രൻ.
അതിനിടയിൽ കൂടെ ഉഗ്രമായി ചണ്ടും. ആളിനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഞങ്ങൾ തമ്മിലല്ല. ആട്ടെ, വീട് കിട്ടിയോ? അപ്പുറത്തെ വീട് കഴിഞ്ഞപ്പോ താക്കോല് വാങ്ങിച്ചു. നീ വന്നിട്ട് ഒരു സ്വീകരണമൊക്കെ തന്നേച്ച് പോകാമെന്ന് കരുതി. പിന്നെ പഴയ അഭിപ്രായം മാറിയില്ലേ? എപ്പോഴേ മാറി. സത്യം പറ, നിങ്ങൾ ഓഫീസിൽ വെച്ച റൊമാൻസ് തുടങ്ങിയതല്ലേ? കൊച്ചു കള്ള, പൂച്ച സന്യാസി. ചേട്ടാ, ഇവര് നാളെ താമസം മാറ്റുമെന്ന്. ആ, എല്ലാവർക്കും ഇന്ന് അത്താഴം ഹോട്ടലിൽ. എന്താ? എഗ്രീഡ്. ആ മിനി, കല്യാണിയോട് പറഞ്ഞേക്ക് നമ്മളല്പം വൈകിയേ വരുന്നു. ആ കല്യാണി, എല്ലാം കാറിൽ നിന്ന് എടുത്ത് വെച്ചില്ലേ? ഞങ്ങൾ പുറത്തേക്ക് പോന്നു. കഥ അടച്ചോളൂ. ശരി. ഗോപാലൻ ചേട്ടൻ. ഗോപാലൻ ചേട്ടൻ. എന്നാലും കല്യാണി, നീ എന്നോട് ഈ കൊല ചതി ചെയ്തല്ലോ. എന്തു പറ്റി? എന്നോടൊരു വാക്ക് പോലും പറയാൻ നീ ഇങ്ങോട്ട് പോകുന്നില്ലേ? അതോ, എനിക്കറിയാമല്ലോ എന്നെ തിരക്കി ഇവിടെ എത്തുമെന്ന്. ആ, ആരെങ്കിലും കണ്ടോ? ഈ പ്രദേശത്ത് തന്നെ ആരും അറിയില്ലെന്നേ. അവരെങ്ങനെ വന്നാലോ? വാളിനടച്ചിരിക്കില്ലേ, ആര് വരാനാ? പിന്നെ വീടിന് പുറകത്ത് വല്ല തോടോ കിണറോ മുള്ളുവേലിയോ വല്ലതും ഉണ്ടോ? പട്ടിയുണ്ടോ? അയ്യോ. ആ, പിന്നൊരു കാര്യം, ഞാനിവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ നീ എന്നെ നിർബന്ധിക്കും. ഞാനിങ്ങനെ വന്നും പോയി ഒക്കെ ഇരിക്കും. വാ ഇടട്ടാ കുട്ടി. നിനക്ക് വല്ലാത്ത നിർബന്ധം തന്നെ. നീ എത്ര പ്രാവശ്യമാണ് എന്നെ ഫോൺ വിളിച്ചത്? 5 മണിക്ക് മുൻപ് എനിക്ക് വീട്ടിലെത്തണ്ടേ. ഇടയ്ക്ക് വിളിച്ചില്ലെങ്കിൽ അങ്കിൾ നേരം വെളുക്കും വരെ അവിടെ ഇരിക്കും. ഇരിക്കൂ. ഓ, എന്താണ് നിന്റെ പ്രോബ്ലം? എനിക്കല്ല, എന്റെ ഒരു കൂട്ടുകാരിക്ക്. അങ്കിളിനെ നേരിൽ കാണാൻ അവൾക്കൊരു മടി. പഠിച്ചിരുന്നാൽ അവളുടെ പ്രോബ്ലം തീരുമോ? അവൾക്കും അല്ല, അവളുടെ ഭർത്താവിന്. അതിന് ഇനിയാണോ ഇതെല്ലാം? പുറത്തു പറയാനുള്ള വിഷമം കൊണ്ടാ. ശരി, പറയൂ, കേൾക്കട്ടെ. വിവാഹം കഴിഞ്ഞു കുറെ നാളായി. അയാൾക്ക് യാതൊരു താല്പര്യവുമില്ല. അവളോട് വെറുപ്പാണ്? നല്ല ഇഷ്ടത്തിലാണ് രണ്ടുപേരും. പക്ഷേ ശാരീരിക ബന്ധം ഒരിക്കൽ പോലും അവർ തമ്മിൽ ഉണ്ടായിട്ടില്ലത്രേ. കാരണം? അതറിഞ്ഞുകൂടാ. ആദ്യ രാത്രി മുതൽ അവൾക്ക് നിരാശയാണ്. അതെന്താണ് അങ്കിൾ? കൂട്ടുകാരിയോട് പറയൂ, അവളും ഭർത്താവുമായി എന്നെ വന്ന് കാണാൻ. അത് രോഗമാണോ? ചികിത്സിച്ചാൽ മാറുമോ? കൂട്ടുകാരിക്ക് എന്ത് പ്രായം വരും? എന്റെ പ്രായം. ഭർത്താവിനോ? മധുച്ചേട്ടന്റെ. അവളൊരു നാണം കുണുങ്ങിയാണ്. നല്ല തന്റെ ഇടക്കാരി, മിടുമിടുക്കി. ഇനി എന്തുകൊണ്ട് അവൾക്ക് അയാളെ വശീകരിക്കാൻ സാധിക്കുന്നില്ല? എല്ലാ വിധത്തിലും നോക്കാറുണ്ട്. തമ്മിൽ നല്ല റൊമാൻസ്. പക്ഷേ എന്ത് കാര്യം? ആ തളർച്ച കാണുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ തോന്നും. എനിക്കോ? അല്ല, അവൾക്ക്. എനിക്കുട്ടി, ഞാൻ ആരാളെന്ന് അറിഞ്ഞൂടെ? എന്റെ അങ്കിൾ. അങ്കിൾ മാത്രമല്ല, മനഃശാസ്ത്രം പഠിച്ച ഒരു ഡാക്ടറും കൂടിയാണ് അങ്കിൾ. നിനക്ക് എന്ത് പറ്റുമോളെ? അയ്യോ, എനിക്കല്ല, എന്റെ കൂട്ടുകാരിക്ക്. ഇനി എന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാളുടെ നേരിയ ചലനത്തിന്റെ അർത്ഥം പോലും മനസ്സിലാക്കുവാൻ എനിക്ക് സാധിക്കും. Tell me, ആ കൂട്ടുകാരി നീ തന്നെയല്ലേ? അപ്പോൾ മധുവും നീയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നില്ലെന്നോ? ഇതെന്റെ കഴുത്തിലുണ്ടെങ്കിൽ. മധുവിന് ഇഷ്ടമില്ലാതെയാണോ ഞാൻ വിവാഹം കഴിച്ചത്? ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ടിരുന്നു. ആട്ടെ, മധുവിന് മറ്റേതെങ്കിലും പ്രേമബന്ധം ഉണ്ടായിരുന്നതായിട്ട് നിനക്കറിയാമോ? പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കുന്ന സ്വഭാവമല്ല. ഡു വൺ തിങ്, ഈ കാര്യത്തെക്കുറിച്ച് തമ്മിൽ ഡിസ്കസ് ചെയ്യാതിരിക്കുക. കഴിയുന്നതും കൂടുതൽ ഇന്റിമസി കാണിക്കാൻ ശ്രമിക്കുക.
Move with him closely and try to attract him physically. You understand? ഈ വീട്ടിൽ മറ്റാരുമില്ലല്ലോ. ഒരു പുരുഷനെ ഏതെല്ലാം വിധത്തിൽ ആകർഷിക്കാമോ അതൊക്കെ ചെയ്യുക. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായി. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ ഒന്ന് അറിയിക്കുക. ഇതിന്റെ കാരണം എന്താണ് അങ്കിൾ? കാരണം കുട്ടിക്കാലം മുതൽ അമ്മയോടുകൂടെ തന്നെ വളർന്നതല്ലേ. ഈഡിപ്പസ് കോംപ്ലക്സ് ആകാം, അല്ലെങ്കിൽ ഷൈനസ്, അതുമല്ലെങ്കിൽ ആക്സിഡന്റ്, ലവ് അഫെയറിലുള്ള പരാജയം, ഇതൊക്കെ കാരണങ്ങളാകാം. നിനക്ക് ഞാൻ ഇതിനെ സംബന്ധിക്കുന്ന കുറെ പുസ്തകങ്ങൾ തരാം, നീ ഒന്ന് വായിച്ചു നോക്കാം. ഡോണ്ട് ബി ഡെസ്പറേറ്റ്, നിരാശപ്പെടാതെ മാറ്റിയെടുക്കാം. ആദ്യം ഞാൻ പറഞ്ഞു തന്നതെല്ലാം ചെയ്യും, എന്നിട്ട് വിവരം ഒന്ന് എന്നോട് പറ. സമയമായി, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വിടാം. എന്നിട്ടെന്താ വന്ന് വിളിച്ചപ്പോ ഞാനിങ്ങ് ഇറങ്ങിപ്പോന്നു. ഇളയ കുട്ടികളൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത ബന്ധത്തിന് ഒരു സ്ത്രീ അവൾക്ക് ഇഷ്ടമുള്ള ആളിന്റെ കൂടി അല്ലേ ചേച്ചി ജീവിക്കേണ്ടത്? ഇപ്പോഴും സുനിക്ക് അതിൽ വിഷമമൊന്നും തോന്നുന്നില്ലേ? ഇല്ല, ഒന്നിച്ച് ജീവിച്ചില്ലെങ്കിലേ വിഷമിക്കുമായിരുന്നുള്ളൂ. വിനുവേട്ടന് എന്റെ ജീവനാണ്. രാത്രിയിലെ ഓട്ടവും ചാട്ടവും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. വന്നാൽ പിന്നെ ഒരു മിനിറ്റ് പോലും വെറുതെ ഇരുത്തത്തില്ല. അതാ വന്നു. അതിന് നീ എവിടെയാ ഓടുന്നത്? വേണ്ട വേണ്ട, ഞാൻ പോകുന്നു. ശരി പെണ്ണേ, നിന്റെ വിനുവേട്ടന്റെ പരിപാടി ഒന്നും ഇവിടെ ഇല്ല. രാത്രിയിലേക്ക് പണിയായി. മുഖത്തെന്ത് എത്ര ക്ഷീണം? ഊണ് കഴിച്ചില്ലേ? ഉച്ചയ്ക്ക് അല്പം വൈകി. കാപ്പ് കുടിച്ചു. എനിക്ക് കണ്ടാൽ അറിയാം എന്തിനാ ഇങ്ങനെ പട്ടിണി കിടന്ന് ജോലി ചെയ്യുന്നത്. കുളിച്ചിട്ട് മതിയോ കാപ്പി? കുറച്ചു നേരം ഇരിക്കട്ടെ. കേട്ടോ ചേട്ടാ, ആ വിൻസെന്റും സുനിതയും കൂടി എന്ത് റൊമാൻസ് ആണെന്നോ. അവൻ ഈ ഫീൽഡിൽ എക്സ്പെർട്ടാണ്. അവളും മോശമല്ല. അല്ലെങ്കിൽ ഏത് പെണ്ണ ഇക്കാര്യത്തിൽ? ഈ ചേട്ടന് ഞാൻ ഇവിടെ ഉണ്ടെന്ന് വിചാരമേ ഇല്ല. നോക്കിക്കോ, ഇതിന്റെ മരുന്ന് എനിക്കറിയാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. പിന്നെ എനിക്കില്ലേ? നോക്കൂ, ഈ വയറിന്റെ കിടപ്പ്. ഞാനും കാപ്പി കുടിച്ചില്ല. എങ്കിൽ എഴുന്നേൽക്കും. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. രാത്രിയിൽ ഞാനൊരു രഹസ്യം പറയാം. എന്താ നോക്കി നിൽക്കുന്നേ? വേഗം പോയി കുളിച്ചിട്ട് വരൂ. നിൽക്കൂ, ഞാൻ ഡ്രസ് ഒന്ന് മാറ്റട്ടെ. അതൊക്കെ അവിടെ ചെന്ന് മാറ്റിയാ മതി. മതി മതി, വരൂ. ശരിക്കും ഊണുമില്ല, ഉറക്കവുമില്ല, എപ്പോഴും ഒരു ഓഫീസ് കാര്യം. ഞാനെന്താ കൊച്ചുകുട്ടിയാണോ? അല്ല, വലിയ കുട്ടി. ഒരു ചുക്കും അറിയില്ല.
വാടി ഇവിടെ. ഇറങ്ങി പുറത്ത്. പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, മേലെ നിന്നെ ഇവിടെ കാണരുത്. എന്റെ ഇഷ്ടമാണ്. നീ അങ്ങനെ അഭിനയിക്കണം. രാവിലെ മധുവിനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോരും. എനിക്ക് വല്ലാത്ത ഭയം. ഡോണ്ട് വറി. മധുവിനെ അയാൾ അറിയാതെ വേണം ചില ടെസ്റ്റുകൾ നടത്താൻ. തുറന്നു പറയാൻ ഇത്തരക്കാർ മടിക്കും. പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. മാറുമെന്ന് ഉറപ്പല്ലേ അങ്കിൾ? ഈ പേഷ്യൻസ് കുറച്ചു ദിവസം കൂടി കഴിയട്ടെ. പിന്നൊരു കാര്യം, മനസ്സ് വിട്ടൊന്നും പറഞ്ഞിടരുത്. ശരി. പല റിയാക്ഷൻസ് ഉണ്ടാകും. ശരി അങ്കിൾ. ആശാനോ, വരൂ. വല്ലാതെ വിഷമിച്ചു. താമസം മാറിയ പോലെ തോന്നുന്നുണ്ടല്ലോ. മസക്കുഞ്ഞിന്റെ അമ്മ ഭയങ്കര വാശിക്കാരിയാണെന്നറിയാമല്ലോ. ഉപ്പിലിട്ടത്, മുളകിലിട്ടത്, വെള്ളക്കാന്താരി കീറിയിട്ടത്, ഉപ്പിലിട്ടത്, അങ്ങനെ പല സാധനവും തന്നേച്ചിട്ടുണ്ട്. അതെ, ഇപ്പൊ ഏതിനുള്ള ആശ? ആശയുണ്ട്, പക്ഷേ കിട്ടണ്ടേ. ആട്ടെ, ഞാനിപ്പോ വിളിക്കുന്ന എന്ത് പറയണം? അത് കള്ളം. എങ്കിലേ കുഞ്ഞിനെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടാ. അതാരുടെ മൂന്നാണെന്നറിയാമോ? ഇതെല്ലാം എടുത്ത് അകത്ത് വെക്കൂ. കൃത്യസമയത്ത് തന്നെ പറപ്പിച്ചിഞ്ഞ് എത്തിയല്ലോ. താലപ്പൊന്നു ഒരാഴ്ചെടുക്കാവുന്ന ചൂടുമായിട്ടാ ഞാൻ ഇവിടെ വന്നത്. ചെല്ല് ചെല്ല്, ഞാനേ ഇവിടെ ഒന്ന് ഇരിക്കട്ടെ. അയ്യോ, പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എന്താ ഇത്ര രജിസ്റ്റർ വായിക്കുന്നത്? ഏതോ ഒരു പുസ്തകം. ശംഖുവാശം വന്നിട്ടുണ്ട്. എന്തൊക്കെയോ കൊടുത്തു വിടുമെന്ന് അമ്മയുടെ അടുത്തുണ്ടായിരുന്നു. ഗർഭകാലത്ത് കൊതി മാറാനുള്ളതൊക്കെയാണ്. ഇവിടെ ആർക്കാ? വിൻസെന്റിന് ശോഭയ്ക്കും കൊടുക്കാം. ശരിയാണ്, അവർക്ക് ആരുണ്ടാക്കി കൊടുക്കാൻ. അവര് മധുവിധം ആഘോഷിക്കാൻ പോയിട്ട് വന്നില്ലല്ലോ. ഇനി നമുക്കിന്ന് സെക്കൻഡ് ഷോയ്ക്ക് പോവാം. ആശാനോട് എന്ത് പറഞ്ഞു വിടണം? സുഖമായി കഴിയുന്നു പറഞ്ഞാൽ മതി. അയ്യോ, എന്റെ പുറം കടിക്കുന്നു, ഒന്ന് ചൊറിഞ്ഞു തരൂ. ഇവിടെയാണോ? താഴെ. ഇവിടെ അല്ല, താഴെ. ഇവിടെയാണോ? താഴെ. ഇവിടെയോ? കുറച്ചുകൂടി താഴെ. എന്ത് വെച്ചാ മാന്തുന്നേ? അത്രയ്ക്കും എന്നെ തൊട്ടുകൂടല്ലേ? മിനിക്ക് എപ്പോഴും കുട്ടികളെയോ? മിനി, ഇന്നത്തെ പത്രത്തിൽ 300 സിഗരറ്റ് വലിച്ചേർത്ത ഒരാളുടെ പേര് കണ്ടല്ലോ. എന്താ പേര്? ഉച്ചക്കിർക്കൻ. നാളെ മുതൽ മിനിക്ക് ബുദ്ധിമുട്ടായി. ഒരു ജോലിക്കാരിയെ കണ്ടുപിടിക്കണം. ഇങ്ങോട്ട് പറഞ്ഞയച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാണ്, എവിടെ നന്നാകാൻ. അവളെ ഭൂലോകം അരച്ച് നെറ്റിൽ പൊട്ടുകൊട്ടവളാ. പോയത് ഭാഗ്യം. മിനി, മിനി, വരുന്നു. ഇത്രയും നേരം അവിടെ ഇരുന്നില്ലേ? ഞാൻ മാത്രം ഒറ്റയ്ക്ക്. അയാൾ വന്നിരിക്കുമ്പോൾ എന്ത് വിചാരിക്കും?
ആ നീ പോയി ഡ്രസ് മാറ്റിട്ട് വരൂ. ഈ ഡ്രസ്സിന് എന്താ കുറവ്? നമ്മൾ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. പറയുന്നു കേൾക്കൂ. പോയി ഡ്രസ് മാറ്റിട്ട് വരൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഉം. ചേട്ടൻ ആരെങ്കിലും സ്നേഹിച്ചിരുന്നോ? എന്ന് വെച്ചാൽ അതുകൊണ്ടല്ലേ ചേട്ടൻ എന്നോട് സ്നേഹമില്ലാത്തത്? സ്നേഹമില്ലെന്ന് ആര് പറഞ്ഞു? എങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുമോ? നമുക്കൊരു ഡോക്ടറെ കാണാം. എന്തിന്? രാത്രിയിൽ ചേട്ടന് ഈ അസുഖം മാറാൻ. എനിക്കൊരു അസുഖവുമില്ല. ചേട്ടാ, നമ്മൾ ഒന്നിച്ച് ജീവിക്കേണ്ടവരല്ലേ? അതിന് എന്നേക്കാൾ അറിവ് ചേട്ടനില്ലേ? എനിക്കൊരു രോഗവുമില്ല. ആരെയും കാണാൻ ഞാൻ തീരുമാനിച്ചിട്ടുമില്ല. എന്റെ അകന്ന ബന്ധത്തിൽ ഒരമ്മാവനുണ്ട്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. പിന്നെ പിന്നെ എന്നും ഇങ്ങനെ ജീവിക്കാനാണോ? അങ്ങനെയാണെങ്കിൽ എന്തിനെന്നെ വിവാഹം കഴിച്ചു? ഒരു നിമിഷമെങ്കിലും ചേട്ടൻ എന്നെ ഒരു ഭാര്യയെ പോലെ കരുതിയിട്ടുണ്ടോ? ഡോണ്ട് വറി മധുവിനെ അയാൾ അറിയാതെ വേണം ചില ടെസ്റ്റുകൾ നടത്താൻ. തുറന്നു പറയാൻ ഇത്തരക്കാർ മടിക്കും. പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. എഴുന്നേൽക്കൂ, നേരെ ഒരുപാടായി. എന്നും നേരത്തെ എഴുന്നേൽക്കൂ. നിനക്ക് എന്ത് പറ്റി? വയറ്റിലൊരു വേദന. എഴുന്നേൽക്കൂ, ഡോക്ടറെ അടുത്ത് പോകാം. ഓടിപ്പോന്നതിൽ വിഷമം തോന്നുന്നുണ്ടോ? നമുക്കൊരു കാര്യം ചെയ്യാം. ഇങ്ങനെ ഒളിഞ്ഞും മറിഞ്ഞും റൗഡികളെ നേരിട്ടും ജീവിക്കുന്നത് ശരിയല്ല. നമുക്കൊന്നിച്ച് നിന്റെ വീട്ടിലേക്ക് പോകാം. അയ്യോ, ഞാനില്ല. എങ്കിൽ എന്റെ വീട്ടിലേക്ക് വരാൻ ധൈര്യമുണ്ടോ? ശരി, ചേട്ടൻ ധൈര്യമുണ്ടോ? ധൈര്യക്കുറവൊന്നുമില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ നീ പേടിക്കാതിരുന്നാ മതി. ഞാൻ റെഡി. അത് ശരി. എങ്കിൽ 2 ആഴ്ചത്തേക്ക് മിനി അമ്മയോട് കൂടി പോയി താമസിക്കൂ. ഐ മേ ഹാവ് ടു ട്രൈ സംതിങ് അൺഎത്തിക്കൽ. മാറി നിൽക്കുന്നതിൽ മിനിക്ക് വിഷമമൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിന് വേണ്ടിയല്ലേ അങ്കിൾ? ഇതെങ്ങനെയെങ്കിലും. സാരമില്ലെന്ന്. ശരി. ഈ വക കാര്യങ്ങളൊന്നും ആരോടും പറയരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മധു നിന്നെ വിളിക്കാൻ വരുമ്പോൾ മാത്രമേ വരാവൂ. അതിനു മുമ്പ് ഓടി ഇങ്ങോട്ട് പോരരുത്. എനിക്കറിയാമോ, പാമ്പിനെ സ്വപ്നം കണ്ടാൽ പഴമക്കാർ സർപ്പപ്പാട്ടും പൂജയും നടത്തും. മധു. ഹലോ ഡോക്ടർ, രോഗത്തിന് ചികിത്സയല്ലേ വേണ്ടത്? മധുവിനെങ്കിലും അഭിപ്രായമുണ്ടല്ലോ. വിശ്വാസത്തിനും രോഗത്തിനും ബന്ധമുണ്ട് മധു. എങ്ങനെയായാലും രോഗം മാറിയാ പോരെ. നീ ഭയപ്പെടണ്ട, എല്ലാം ശരിയാവും. അങ്കിൾ പോകരുത്, ഞാൻ കാപ്പി കൊണ്ടുവരാം. ശരി. അപ്പോൾ രോഗത്തിന് ചികിത്സിക്കണമെന്ന് മധു സമ്മതിക്കുന്നുവല്ലേ? തീർച്ചയായും. ആട്ടെ, മിനിയുടെ രോഗം എന്താണെന്ന് മനസ്സിലായോ? വായുക്ഷോഭം. വായുക്ഷോഭമല്ല, മനസ്സിന്റെ ക്ഷോഭം. അതിന്റെ കാരണം അറിഞ്ഞുകൂടല്ലോ? ഇല്ല. മിനിക്ക് ഒരമ്മയാകാനുള്ള ആഗ്രഹം മറ്റേതൊരു സ്ത്രീയെക്കാളും വളരെ കൂടുതലാണ്. അതിന് വിവാഹം കഴിഞ്ഞല്ലേ ഉള്ളൂ? അതെ, പ്രായമായാൽ വിവാഹം കഴിക്കുക, അടുത്ത് തന്നെ പ്രസവിക്കുക, ആ കുഞ്ഞിനെ മുല കൊടുക്കുക, ഉമ്മ കൊടുക്കുക, കുളിപ്പിക്കുക, കൂടെ കിടത്തുക, ഇതെല്ലാം ഒരു സ്ത്രീയുടെ മനസ്സിൽ അടക്കി വച്ചിരിക്കുന്ന ഏറ്റവും ശക്തിയേറിയ ആഗ്രഹങ്ങളാണ്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതമൊക്കെ എങ്ങനെ? ഞങ്ങൾ സ്നേഹത്തോടെ കഴിയുന്നു. സ്നേഹത്തെ പറ്റിയല്ല, നിങ്ങൾ തമ്മിലുള്ള ശാരീരിക ബന്ധത്തെ പറ്റി. അത് എല്ലാവരുടെയും ഒക്കെ പോലെ. കുറെ നാളുകൾക്ക് മുമ്പ്
എനിക്കൊരു പേഷ്യന്റിനെ കിട്ടി. ഭാര്യയും ഭർത്താവും കാര്യം പറയാൻ മടിച്ചു. സ്റ്റിമുലേറ്റീവ് ഡിഫക്റ്റ് എന്ന് വെച്ചാൽ മനസ്സിലായോ? ദാറ്റ് മീൻസ് he was not having any sexual relation with his wife. എന്നിട്ടോ? ഒടുവിൽ ശരിയായി. അല്ല ഡോക്ടർ, ആ രോഗിയെ എങ്ങനെയാണ് സുഖപ്പെടുത്തിയത്? പ്രലോഭിപ്പിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീ, അതായിരുന്നു അയാൾക്കുള്ള മരുന്ന്. അതെങ്ങനെ? പല കാരണങ്ങൾ കൊണ്ടും ഈ ന്യൂനത ഉണ്ടാകാം. സ്ത്രീകളുമായുള്ള വേഴ്ചയ്ക്ക് ഇത് തടസ്സമായി തീരും. പക്ഷേ കഴിവുള്ള സ്ത്രീകൾക്ക് ഈ ദൗർബല്യം മാറ്റിയെടുക്കാൻ സാധിക്കും. സ്വന്തം ഭാര്യയായാലും പോരെ? പോരാ, ഭാര്യയ്ക്കൊരു പരിധിയുണ്ട്. തന്നോട് ആസക്തിയുള്ള മറ്റേതെങ്കിലും സ്ത്രീകൾക്ക് കൂടുതൽ താല്പര്യം കാണിക്കാൻ സാധിക്കും. എന്തിനു പറയുന്നു, മേധാശക്തിയുള്ള, ആകർഷണയുള്ള, ആരോഗ്യമുള്ള ഒരു സ്ത്രീ അയാളുടെ കുറവ് മാറ്റിയെടുത്തു. എനിക്ക് കോംപ്ലിക്കേഷൻ ഒന്നുമില്ലല്ലോ ഡോക്ടർ? ഇല്ല. കുറച്ചു ദിവസത്തേക്ക് നിങ്ങൾ ഒന്നിച്ചു കഴിയണ്ട. ഇപ്പോഴേ സൂക്ഷിക്കുന്നത് നന്ന്. അപകട സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു 2 ആഴ്ച അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ. ഇവിടെ വേറെ ആരുമില്ല. അത് സാരമില്ല. ഭക്ഷണമൊക്കെ പാകം ചെയ്യാൻ ഒരു സർവന്റിന് ഞാൻ ഇങ്ങോട്ട് അയക്കാം. ഡോക്ടർ സാർ പറഞ്ഞു വിട്ടതാ. അകത്തേക്ക് വരും. കുടിച്ചോ. ആ, എവിടുന്നല്ലേ? ഫ്ലാസ്കിലുണ്ട്. അടുക്കള എവിടാ? സാറിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ വെളുപ്പിന് ഞാനിങ്ങ് പോന്നു. അവിടെ അടുക്കള. ഇപ്പൊ ചായ കൊണ്ട് തരാം. എന്താ പേര്? നളിനി. നളിനി ചായ കുടിച്ചോ? ഓ, എപ്പോഴേ കുടിച്ചിട്ടാ വന്നത്. ഇനി വേണോ? വേണ്ട. സാറ് 2 കപ്പ് ചായ കുടിക്കുമെന്നാ കൊച്ചമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത്. കൂട്ടാൻ എന്തെല്ലാം വെക്കണം? എന്തൊക്കെ വെക്കാൻ അറിയാം. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. എങ്കിൽ ആദ്യ ദിവസം നളിനിക്ക് ഇഷ്ടമുള്ളതാകട്ടെ. ആ, വറുത്തിടുമ്പോൾ കടുവ് കൂടുതൽ വേണോ കുറച്ച് മതിയോ? അധികം വേണ്ട. അരി നല്ലതുപോലെ വേകണോ അതോ തോണ്ടി തിന്നാ ഭാഗത്തിന് കുറുക്കിയെടുത്താ മതി. അതെന്നെ കളിയാക്കിയതാ. സാധാരണ പോലൊക്കെ മതി. പ്രലോഭിപ്പിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീ, അതായിരുന്നു അയാൾക്കുള്ള മരുന്ന്. പരിചയമുള്ള പെണ്ണിന്റെ പുറകുവശം പോലെ തോന്നുന്നു. പെൺകുട്ടി ഒന്ന് നിൽക്കൂ. ആ, ഇതാര് കല്യാണിയോ? പുറവശത്തിന്റെ കട്ട് കണ്ടപ്പോഴേ മനസ്സിലാക്കി. നീ ഇപ്പൊ എവിടെയാ? എന്താ കാര്യം? അങ്ങനെ തഴയാതെ. ഒന്നുമില്ലേ, നമ്മള് പഴയ പ്രേമക്കാരില്ലയോ? അങ്ങനെ ഒളിച്ചും പാത്തും അങ്ങനെ പ്രേമിക്കണ്ട. താൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്.
താൻ ഇതുവരെ എവിടായിരുന്നു? അല്ല, ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല, പ്രേമിക്കാം. ചെലവിന് തരാൻ പറ്റത്തില്ല. എന്റെ പുറകെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കി നടക്കാം. Correct. ഒരു കാര്യം ചെയ്യാം, ഏവനെങ്കിലും ഒരുത്തനെ കൊണ്ട് നിന്നെ കെട്ടിക്കുന്ന നേരവും ഞാനേറ്റു. എന്ത് പറയുന്നു? എന്തൊരു ബുദ്ധി! എന്ത് ചെയ്യാം, ഞാനൊരു ബുദ്ധിമാനായിട്ട് ജനിച്ചു പോയി. നീ പോയോ? കല്യാണി, നീ ഇപ്പൊ എവിടാ താമസം? അതോ ആ വീട്ടിൽ. അവിടെ ആരൊക്കെ ഉണ്ട്? അന്നത്തേതുപോലെ വളയിൽ വളയിൽ പേപ്പാർ നഗരം എന്നൊക്കെ വിളിച്ച് വേണോ ഞാൻ അങ്ങോട്ട് വരാൻ? ഒന്നും വേണ്ട, ഒരു തള്ള മാത്രമേ ഉള്ളൂ. അല്ലെങ്കിലും നീ അങ്ങനെയുള്ള തലത്തിലേ താമസിക്കൂ. അമ്മായി അമേരിക്കയിൽ പൈലറ്റ് ആയിരുന്നു, മടുത്തു. ആ പിന്നെ അമേരിക്കയിൽ നിന്ന് അമ്മായിക്ക് വേണ്ടി മാത്രം വാങ്ങിക്കൊണ്ടുവന്നതാണ്. $150. കാലക്കിയിരിക്കുന്നു. നിനക്കെങ്കിലും അത് തോന്നിയല്ലോടാ മോനെ. തീർന്നിട്ടില്ല. സിംഗപ്പൂരിൽ നിന്ന് വാങ്ങിയതാണ്. $49. പിടിച്ചോളൂ. മിനി എവിടെ? അവളുടെ കല്യാണം കഴിഞ്ഞു മോനെ. അതെയോ? അമ്മായി എനിക്ക് അവളെ കല്യാണം കഴിച്ച് തന്നില്ല. പോയത് നന്നായി, ഇല്ലെങ്കിൽ ഞങ്ങൾ തല്ലുപിടുത്തമായിരിക്കും. ഇതെല്ലാം അവൾക്ക് വാങ്ങിക്കൊണ്ടുവന്നതാണ്. അവള് വന്നിട്ടുണ്ട് മോനെ. മോളെ മിനി, മിനി, നിന്റെ യാതൊരു വിവരവും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ആലോചന വന്നു, അതങ്ങ് നടത്തി. മതി, വിടുന്നേ. ഇത് കൊല്ലാന്നേ. ശബ്ദം ഉണ്ടാകാതെ വിടും. വിടുന്നേ. ആര് വന്നെന്ന് തോന്നുന്നു. ഞാൻ നോക്കട്ടെ. അമ്മ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കും. സാറിന് കാപ്പ് കുടിക്കാറായോ? പറയണേ. കുറച്ച് കഴിയട്ടെ. കൊച്ചമ്മ പറഞ്ഞിട്ടുണ്ട് 9 മണിക്കാണ് സാറ് കാപ്പ് കുടിക്കുന്നതെന്ന്. മണി എത്രയായി? ഇനി രാത്രി 9 മണി. അതെയോ? ഇപ്പൊ കാപ്പി തരാം.
ഇതുപോലുള്ള വീടുകളിൽ വേണം ജോലിക്ക് നിൽക്കാൻ. കുറച്ചാളുകൾ, അതും സാറിനെയും കൊച്ചമ്മയും പോലുള്ളവരായാൽ. ഞാൻ ഇതിനു മുമ്പ് 1-2 സ്ഥലത്ത് ജോലിക്ക് നിന്നു. അയ്യോ, മനുഷ്യനെ കൊന്നൊടുക്കും. അച്ചാറുണ്ട്, തരട്ടെ? വേണ്ട. നന്നായിട്ടുണ്ട്. കഴിച്ചു നോക്കൂ സാർ. കൊള്ളാം. ഡോക്ടർ സാറിന് അച്ചാറെന്ന് പറഞ്ഞ ജീവനാ. ഞാൻ തന്നെ ഉണ്ടാക്കാൻ വേണം. ആ അല്ല സാറേ, കൊച്ചമ്മയ്ക്ക് എന്താ അസുഖം? വയറ്റിൽ വേദന. അയ്യോ കഷ്ടം. വയറ്റിലുണ്ടോ? ഇല്ല. അതെന്താ? ആർക്കറിയാം? ആർക്കറിയാമെന്നോ? ഇപ്പോഴേ വേണ്ടെന്ന് വെച്ചിട്ടായിരിക്കും. ഞാൻ ആദ്യം നിന്ന വീട്ടിലെ സാറും ഭാര്യയും കൂടി എന്നും വഴക്കാ. സാറ് പറയും 2-3 കൊല്ലം കഴിഞ്ഞിട്ട് മതിയെന്ന്. കൊച്ചമ്മയ്ക്കാണെങ്കിൽ കുടം വേണം. എല്ലാം ഞാൻ അറിഞ്ഞു മിനി. ഇതാ വാങ്ങിച്ചോളൂ. ഇത് കണ്ടോ അമ്മായി, ഞാൻ എത്ര ആശിച്ചു കൊണ്ടുവന്നതാണ്. എന്താടി പെണ്ണെ നിനക്കത് വാങ്ങിച്ചാൽ? എനിക്ക് വേണ്ട. അല്ല, മിനി ഒറ്റയ്ക്ക് വന്നുള്ളൂ. ആരാണ് കല്യാണം കഴിച്ചത്? പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുന്നത് ആരാ? ആണുങ്ങൾ. അമ്മായി, ഇത് കണ്ടോ എന്നെ ദേഷ്യം പിടിക്കുന്ന വർത്തമാനം? മിനിക്ക് പണ്ടേ ഉള്ളതാ. നിങ്ങൾ വഴക്ക് കൂടണ്ട. മോൻ അതെടുത്ത് അകത്തേക്ക് വെക്ക്, പിന്നെ അതവൾ എടുത്തോളൂ. പെട്ടെന്നാകരുത്, ക്രമേണ മതി. ഏതായാലും നല്ല താല്പര്യം കാണിക്കുന്നുണ്ടല്ലോ. സംശയത്തിന് കൊടുക്കാത്ത രീതിയിൽ പെരുമാറണം. ഒരു ദിവസം രാത്രി അവിടെ കിടക്കണം. അതെന്നാണെന്ന് ഞാൻ പിന്നെ പറയാം. ശരി, അപ്പോൾ ഞാൻ ഈശ്വരാ, ദൈവമേ, എന്തൊരു ചൂട്. കല്യാണി, നീ ഞാൻ നിന്നോട് ഞാൻ എന്തൊക്കെയോ തെറ്റുകൾ പ്രവർത്തിച്ചു. നീ എന്നോട് ക്ഷമിക്കണം. നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. അയ്യോ, എന്റെ വയറ്റത്തടിക്കരുത്. എനിക്ക് വയറിളക്കമാണ്. എന്നോട് താഴോട്ടിടരുത്. എന്റെ നട്ടെല്ലൊടിഞ്ഞു. എല്ലുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രയോജനമുണ്ട്. മേലാലി നിന്നോട് കണ്ടത് നിന്റെ എല്ലാം ഞാൻ പിടിക്കും. ഇല്ല, വാക്കാണ്. മേലാലി പ്രദേശത്തെ മരില്ല. എന്നെ വിടണം. സത്യം, സത്യം. പരബ്രഹ്മ സ്വരൂപ ദേവതാ സ്വരൂപമാണ് സത്യം. പ്രലോഭിപ്പിക്കാൻ കഴിവുള്ള ഒരു സ്ത്രീ, അതായിരുന്നു അയാൾക്കുള്ള മരുന്ന്. എന്താ സാർ? തീപ്പെട്ടി തീർന്നു. ആ, അടുക്കളയിലുണ്ട്, ഞാൻ എടുത്തു തരാം. എന്തിനു പറയുന്നു? മേധാശക്തിയുള്ള, ആകർഷണയുള്ള, ആരോഗ്യമുള്ള ഒരു സ്ത്രീ അയാളുടെ കുറവ് മാറ്റിയെടുത്തു. സാർ, തീപ്പെട്ടി. സാർ, മുമ്പൊരു വീട്ടിൽ നിന്നപ്പോ അവിടുത്തെ സാറിന് എപ്പോഴും വെള്ളം കുടിക്കണം. അതും ഞാൻ തന്നെ കൊണ്ട് കൊടുക്കണം. എന്തിനാണെന്നോ? കണ്ണു തെറ്റിയാൽ കേറി പിടിക്കാൻ.
കാണാൻ കൊള്ളാമെങ്കിൽ പോട്ടെന്ന് കരുതാം. അതൊരു കരിമൂർഖൻ. എനിക്കറിഞ്ഞൂടെ സൂത്രം. മോളെ, എന്താ ഇങ്ങനെ കിടക്കുന്നത്? മധു എന്നോരെന്ന് പറഞ്ഞാ പോയത്. ടൂറ് കഴിഞ്ഞു വന്നാൽ ഉടനെ ഇവിടെ എത്തും. ഇങ്ങനൊരാളെ കിട്ടിയത് നിന്റെ ഭാഗ്യം. അമ്മായി, എന്തായി മോനെ? 15 ദിവസത്തിനകം വാടക എന്ന സ്ഥലം ഒഴിയാൻ വക്കീലിനെ കൊണ്ട് നോട്ടീസ് അയപ്പിച്ചു. എന്റെ മോനെ, എത്ര നാളായി അയാൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു നടക്കുന്നത്? ഉണങ്ങിക്കഴിഞ്ഞാൽ എല്ലാം എടുത്ത് അകത്ത് വെച്ചിട്ട് ഊണ് കഴിച്ചിട്ട് വെക്കോ. സാറ് വരാൻ വൈകോ? വൈകും. സാറ് സിനിമയ്ക്ക് പോവാണോ? ഇല്ല, സിനിമയ്ക്ക് പോകാറില്ലേ? വല്ലപ്പോഴും. സിനിമയെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാ. പ്രേമനസറിന്റെ പടമാണെങ്കിൽ 4-5 പ്രാവശ്യം കണ്ടില്ലെങ്കിൽ എനിക്ക് വലിയ വിഷമമാ. അത് കല്യാണം കഴിഞ്ഞാൽ മാറും. ആര് കഴിക്കാൻ? ചിലപ്പോ വല്ല കൂലിവേലക്കാരോ ചുമട്ടുകാരോ ആയിരിക്കും. കള്ളം കുടിച്ചു വന്ന് ദിവസം ഇടിയും തൊഴിയും തന്നെ. ആ വിഷമം തീർക്കാൻ സിനിമ തന്നെ ശരണം. അപ്പോ കല്യാണം കഴിഞ്ഞാലും പ്രേംനസീർ ആയിരിക്കും മനസ്സിൽ. സാറെന്താ സിനിമയിൽ ചേരാത്തത്? നല്ല ഭംഗിയുണ്ട്. ആ, താക്കോൽ ഡൈനിങ് ടേബിൾ വെച്ചേക്കാം. എന്റെ കയ്യിൽ വേറെ താക്കോലുണ്ട്. പിന്നെ അതിരാവിലെ വരണമെന്നില്ല, 8 മണി കഴിഞ്ഞ് വന്നാ മതി. കുളിമുറിയിൽ കടന്നു വന്നോ? ഇല്ല. അതിൽ ആവേശം കാണിക്കുന്നുണ്ടല്ലോ. ഉണ്ട്. ഇന്ന് രാത്രി അവിടെ കഴിയണം. മാക്സിമം ട്രൈ ചെയ്യണം. വീട്ടിൽ പൊയ്ക്കോളനെ പറഞ്ഞിരിക്കുന്നത്. സാരമില്ല, എന്തെങ്കിലും കള്ളം പറയണം. വീട്ടിലെത്തുമ്പോ രാത്രി ആകുമെന്നോ അങ്ങനെ വല്ലതും. ശരി. നളിനി,
സാർ, നിന്നോട് വീട്ടിൽ പോകാൻ പറഞ്ഞിട്ടേ പോവാഞ്ഞത്? പടി ഇറങ്ങുമ്പോ വഴുതി വീണു, കാലുളിക്ക് നടക്കാൻ വയ്യ. സാർ, ആഹാരം എടുത്ത് വെക്കട്ടെ? വേണ്ട, ഞാൻ കഴിച്ചു. വേദന കൂടുതലുണ്ടോ? നിനക്കൊന്നുകൂടി ശ്രമിക്കാമായിരുന്നു. ശ്രമിച്ചു സർ, കൂടുതൽ ബലവും പ്രയോഗിച്ചു. എന്നിട്ടെന്തുണ്ടായി? അയാൾ ആകെ പരവശനായി കണ്ടു, വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നിനക്കവനെ കീഴ്പ്പെടുത്താമായിരുന്നു. എങ്ങനെയും രക്ഷപ്പെടാനായിരുന്നു അയാളുടെ ശ്രമം. കൂടുതൽ ബലം പ്രയോഗിച്ചപ്പോൾ ആ കണ്ണ് രണ്ടും പുറത്തേക്ക് തള്ളി വന്നു. അത് കണ്ടപ്പോൾ ഭയന്നുപോയി. എങ്കിലും ഞാൻ പിടിവിട്ടില്ല. അപ്പോഴേക്കും ഇത് സംഭവിച്ചു. അതിനുശേഷം മാധവപിള്ള പോയി. കട്ടിലിൽ കിടന്ന് ഇങ്ങനെ കൈകളിട്ട് അടിക്കുന്നു കണ്ടു. ഞാൻ ഓടിപ്പോന്നു. രോഗമുണ്ടെങ്കിൽ ചികിത്സിക്കണമെന്ന് മധു തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത് ഓർക്കുന്നില്ലേ? നിങ്ങൾ എന്റെ മരുമകളുടെ ഭർത്താവാണ്. ആ അധികാരം വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. സൗദാമിനിയും നിങ്ങളും ഭാര്യാഭർത്താക്കന്മാരായിട്ടാണോ ജീവിക്കുന്നത്? അതെ. അല്ല അല്ല, നിങ്ങൾ അവളുടെ കഴുത്തിൽ താലി കെട്ടി, അതൊരു സത്യമാണ്. പക്ഷെ ഒരു സ്ത്രീക്ക് താലിയും ഉടുതുണിയും ഭക്ഷണവും മാത്രം പോരാ, മറ്റു ചിലതും അവൾക്ക് ആവശ്യമുണ്ട്. സെക്സ് ഈസ് എൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് മാരേജ്. യു അണ്ടർസ്റ്റാൻഡ്? പറയൂ, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ഒരു പെൺകുട്ടിയുടെ ജീവിതം പാഴാക്കാൻ ഞാൻ സമ്മതിക്കില്ല.
മിനി ഇനി നിങ്ങളോട് ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പുരുഷനെ പോലെ ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ലുക്ക് അറ്റ് മീ പ്ലീസ്. ടെൽ മീ ഫ്രാങ്ക്ലി, എന്താണ് നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട്? മിനിയുമായി ബന്ധപ്പെടണമെന്നുള്ള ഘട്ടം വരുമ്പോൾ എനിക്ക് സ്വബോധം നശിക്കുന്നു, ദേഹം വിറയ്ക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും ഒളിച്ചു വയ്ക്കരുത്. അത് സ്വന്തം ജീവിതം മാത്രമല്ല, മറ്റു പലരുടെയും ജീവിതം താറുമാറാക്കും. നാം മറ്റു രോഗങ്ങൾക്ക് ചികിത്സിക്കുന്നില്ലേ, അതുപോലെ ഈ രോഗവും ചികിത്സിക്കേണ്ടതാണ്. പക്ഷേ പൊതുവെ ആളുകൾ സെക്സിനെ സംബന്ധിക്കുന്ന രോഗം വല്ലതും വരുമ്പോൾ അത് മൂടി വയ്ക്കും. അത് തെറ്റാണ്. യു ആർ എൻ എഡ്യൂക്കേറ്റഡ് മാൻ. കമാൺ, നിങ്ങൾക്ക് എന്തു പറ്റിയെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഈ രോഗം മാറ്റിയെടുക്കേണ്ടത് മറ്റാരെയുംകാൾ കൂടുതൽ ആവശ്യം എന്റേതാണ്. വരൂ. ഇരിക്കൂ. മിക്സർ സ്കൂളിലാണോ പഠിച്ചത്? അല്ല, ബോയ്സ് സ്കൂളിൽ. കോളേജിലോ? കോളേജിൽ പെൺകുട്ടികളുണ്ടായിരുന്നു. അവരോടൊക്കെ ചിരിച്ചും തമാശ പറഞ്ഞും ഒക്കെ കഴിഞ്ഞിരിക്കും അല്ലേ? ഇല്ല, ഞാൻ ആരോട് സംസാരിക്കാറില്ല. അവരെന്നെ നോക്കുമ്പോഴും ചിരിക്കുമ്പോഴും എനിക്ക് മനസ്സിലൊരു ഭയം. ഞാൻ തലകുനിച്ചു കളയും. എന്തിന്? നല്ല സുന്ദരികളും ചെറുപ്പക്കാരികളുമായ പെൺകുട്ടികളെ കാണുമ്പോൾ പുരുഷന്മാർ എന്തിനു നാണിക്കുന്നു? നാണം സ്ത്രീകൾക്കുള്ളതല്ലേ? എന്തോ ഞാൻ കൊച്ചുനാളിൽ അങ്ങനെ ആയിപ്പോയി. മിനിയെ കാണുമ്പോഴും നാണവും ഭയവും ഉണ്ടോ? നാണമാണോ ഭയമാണോ, ഞാൻ അറിയാതെ എന്റെ മനസ്സിനകത്ത് എന്തോ ഒരു... ശരി ശരി. അപ്പോൾ ഇത്രയും കാലം രണ്ടുപേരുടെയും യൗവനം വെറുതെ കളഞ്ഞു എന്നർത്ഥം. ആട്ടെ, പെണ്ണുങ്ങളിൽ നിന്നും ഭയം തോന്നിക്കുന്ന വല്ല സംഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. കോളേജിൽ പഠിക്കുമ്പോഴോ മറ്റോ വല്ല പെൺപിള്ളേരുമായി പ്രേമബന്ധമുണ്ടായി അവരുടെ ആളുകൾ മധുവിനെ ഉപദ്രവിച്ചിട്ടുണ്ടോ? അതുണ്ടാകാനിടയില്ലല്ലോ. പെണ്ണുങ്ങളെ കണ്ട ഭയവും നാണവും എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇന്നുവരെ സെക്സിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ ചുംബിക്കുകയോ സ്പർശിക്കുകയോ ആലിംഗനം ചെയ്യുകയോ ചെയ്തിട്ടില്ല അല്ലേ? എന്താണിത്? എന്താണിത്? മധു, എന്തിൽ മറിക്കുന്നു? എന്തിൽ ഭയപ്പെടുന്നു? മധു, ഇവിടെ എന്തുണ്ടായി? എന്ത് സംഭവിച്ചെന്ന് പറയൂ. മധു, എന്തുണ്ടായി പറയൂ. എന്തിൽ മറിക്കുന്നു? മധു, 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 എന്റെ മുഖത്ത് നോക്കൂ. ഇതേ ചേഷ്ടകൾ തന്നെ കാണിച്ചതായി നളിനിയും പറഞ്ഞു. തുടയിൽ പൊള്ളലേറ്റ രണ്ട് നീണ്ട വാടുകളുമുണ്ട്. കുട്ടിക്കാലത്ത് എന്തോ സംഭവിച്ചതായിരിക്കും. ഞാനും കൂടെ വരാം അമ്മായി. വേണ്ട മോനെ, അവള് മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. ആ രാഘവ, വീട്ടിലൊന്നും പോകണ്ട, അമ്മായി പേടിക്കും. വരട്ടെ മോനെ. ശരി അമ്മായി. മിനി, നീ എന്താ ദുഃഖിച്ചിരിക്കുന്നത്? എനിക്കൊരു ദുഃഖവുമില്ല. നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. മിനി, ഞാൻ കാര്യമായിട്ട് പറയുകയാണ്. നമുക്ക് വിവാഹം കഴിക്കാം. എന്റെ വിവാഹം കഴിഞ്ഞു. വിവാഹം മാത്രം? ഒരു പുരുഷൻ എന്താണെന്ന് അറിയാതെ ഭാര്യയെ ജീവിച്ചിട്ട് എന്ത് കാര്യം?
ജീവിതത്തിൽ മനുഷ്യന് പലതും ചെയ്യാനുണ്ട്. അതിലൊരു നിമിഷം മാത്രമേ സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടുന്നുള്ളൂ. ആ ഒറ്റ നിമിഷമാണ് അനേകായിരം കോടി നിമിഷങ്ങൾ സജീവമാക്കുന്നത്. പ്ലീസ്, കുട്ടിക്കാലം മുതൽക്ക് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. കമോൺ. എന്റെ മുറിയിൽ കയറരുത്, കടക്കു പുറത്ത്. ആണല്ലാത്ത ഒരുത്തിന് വേണ്ടി നീ എന്തിന് ജീവിതം പാഴാക്കുന്നു? ആരായാലും അദ്ദേഹത്തെ ഞാൻ മരണം വരെ സ്നേഹിക്കും. ഞാൻ പറയുന്നത് കേൾക്കും. ഇനി നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. റാസ്കൽ. വരൂ പോവാം. ഡോക്ടറെ കണ്ടോ? കണ്ടു. എന്തു പറഞ്ഞു? നിന്നെയും കൂട്ടി ചെല്ലാൻ പറഞ്ഞു. അമ്മ എവിടെ? അമ്മ അമ്പലത്തിൽ പോയി. വരൂ പോവാം. ആ ശിക്ഷ വളരെ കടുത്തുപോയി. അവന്റെ അച്ഛനെ പോലെ ആകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അവന്റെ അച്ഛൻ. നീ നിന്റെ പാട്ട് പോടി. അയ്യോ, നമ്മുടെ മോന്റെ ഭാവിയെ കുറിച്ച് ഓർത്തെങ്കിലും അങ്ങനെ ഇത്തരം പ്രവൃത്തികൾ ചെയ്യരുതേ. നീ ആരാടെ എന്നെ ഉപദേശിക്കാൻ? എനിക്ക് ഇഷ്ടമുള്ള പെണ്ണുകൾക്ക് ഞാൻ ചെലവ് കൊടുക്കും. നിന്റെ തറവാട്ടത്തൊന്നും എനിക്ക് ആവശ്യമില്ല. ഈ വീട്ടിൽ കഴിയണമെന്നുണ്ടെങ്കിൽ എന്റെ നടപടിയെ പറ്റി മിണ്ടി പോകരുത്. നീയാണോ ഞാനാണോ ഇദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് എനിക്കിപ്പോ അറിയണം. നിനക്ക് എന്താ അറിയേണ്ടത്? എന്നേക്കാൾ സ്ഥാനമാണോ ഈ അടുക്കളക്കാരിക്ക് ഇവിടെ? നിനക്കത് അറിയണം. അറിയണം. ഇവിടെ വാടി. ഇവിടെ ഇരിക്കും. ഇവിടെ ഇരിക്കാൻ. ഇവിടെ ഇരിക്കടി. ഞാൻ ആണാണ്. എനിക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ഞാൻ കഴിയും. നിനക്ക് സൗകര്യമുണ്ടെങ്കിൽ ഇവിടെ കഴിഞ്ഞാൽ മതി. എനിക്ക് എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു. അതുപോലെ എന്റെ മോനുമായി തീരരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡോക്ടർ ഞാൻ അയ്യേ ചീത്ത കുട്ടി, അങ്ങനെയൊന്നും ചെയ്യല്ലേ മോനെ. വാ. പറഞ്ഞാൽ അനുസരിച്ചില്ലെങ്കിലേ ഇതാണ് മരുന്ന്. എടാ, പറഞ്ഞാൽ അനുസരിക്കില്ലേ? അനുസരിക്കില്ലേന്ന് അച്ഛനെ പോലെ ആകാൻ പാടില്ല മകൻ. എടാ, കുട്ടികളെ ശിക്ഷിക്കുമ്പോൾ അതവരുടെ ഭാവിയെ എത്രമാത്രം ബാധിക്കുമെന്ന് മാതാപിതാക്കൾ സാധാരണ ശ്രദ്ധിക്കാറില്ല. അവരുടെ പിഞ്ച് ഹൃദയത്തിലും കുരുന്നു ബുദ്ധിയിലും കടന്നുകൂടുന്ന പലതും അവരോടൊപ്പം വളർന്ന് ഒടുവിൽ പറിച്ചെടുക്കാൻ വയ്യാത്ത വിധം വേരുറച്ചു. ഡോക്ടർ, എന്റെ മോനെ സുഖപ്പെടുത്താൻ ഒക്കില്ലേ ഡോക്ടർ? മധുവിനെ രക്ഷിക്കാൻ എനിക്ക് മിനിയുടെ സഹായം കൂടിയേ കഴിയൂ. മിനി, മിനി, ഇനി വരൂ. നിന്റെ ആത്മാർത്ഥമായ സഹായമുണ്ടെങ്കിൽ മധുവിന്റെ ഈ അസുഖം ഞാൻ മാറ്റിയെടുക്കാം. എന്തും ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് നിനക്കുണ്ടാവണം. മധുവേട്ടന് വേണ്ടി എന്റെ ജീവൻ പോലും നൽകാൻ തയ്യാറാണ്. ശരി, എന്നാൽ ഞാൻ മറ്റൊരു ശ്രമം നടത്താം.
മോളെ മിനി അങ്കിൾ പൊയ്ക്കുള്ളൂ